ഇന്നത്തെ നമ്മുടെ വീഡിയോ നിയാസിനമൈഡിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിയാസിനമൈഡ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഇത് സിറം ഫോമിലും പിന്നെ മോയ്സ്ചറൈസേഴ്സിലും പിന്നെ അതർ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് പ്രോഡക്ട്സിലൊക്കെ ചേർത്തിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നും എന്തൊക്കെ കാര്യത്തിന് നിയാസിനമൈഡ് ഉപയോഗിക്കാമെന്നും ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാം, ഏതൊക്കെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിനൊപ്പം ഇതൊക്കെ പെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിപ്പോൾ ഒരു നിയാസിനമൈഡിനെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് നിയാസിനമൈഡ് എന്താണെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പലർക്കും അറിയാൻ പറ്റും. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. വൈറ്റമിൻ B3 ആണ് നിയാസിനമൈഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇത് നമ്മളുടെ സ്കിന്നിൻ്റെ സിബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുവഴിയായിട്ട് ഇത് ആക്നിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആക്നി പെട്ടെന്ന് ഹീലാവാൻ നിയാസിനമൈഡ് വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഓപ്പൺ പോഴ്സൊക്കെ ധാരാളം ഉള്ളവരാണെങ്കിൽ പോഴ്സിൻ്റെ സൈസൊക്കെ ഒന്ന് റെഡ്യൂസ് ആവുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ആക്നി വന്ന ഡാർക്ക് സ്പോട്ട്സ് മാറുന്നതിന് വേണ്ടിയിട്ടും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ആ പിഗ്മെൻറ്റേഷൻ മാർക്സൊക്കെ റെഡ്യൂസ് ആവുന്നതിന് വേണ്ടിയിട്ടൊക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് നിയാസിനമൈഡ്. ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫേസിലുണ്ടാവുന്ന ചെറിയ ലൈൻസ് റിങ്കിൾസിനെയൊക്കെ കറക്റ്റ് ചെയ്യാനും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നല്ലതാണ്. അതായത് ഒരു ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് തരുന്നതാണ് നിയാസിനമൈഡ്. പിന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആക്കി വയ്ക്കും. നല്ല ഒരു ഹെൽത്തി ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് തരും. പിന്നെ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണെങ്കിൽ അതിനെ ഒന്ന് റിപ്പയർ ചെയ്ത് സ്കിൻ ബാരിയർ നല്ല ഹെൽത്തി ആക്കാനായിട്ടൊക്കെ നിയാസിനമൈഡ് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഏതൊക്കെ സ്കിൻ ടൈപ്സിന് നിയാസിനമൈഡ് ഉപയോഗിക്കാം നോക്കാം. നിയാസിനമൈഡ് എന്ന് പറയുന്നത് വളരെ സേഫ് ആൻഡ് ജെൻറ്റിൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് യൂസ് ചെയ്യാം. നിങ്ങൾ ഓയിലി സ്കിൻ ആയിക്കോട്ടെ, നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ഡീഹൈഡ്രേറ്റഡ് സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ഏത് സ്കിന്നായാലും നിങ്ങൾക്ക് നിയാസിനമൈഡ് സേഫായിട്ട് ഉപയോഗിക്കാം. വളരെ ജെന്റിലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ദിവസം ഇത് 2 നേരം ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. AM റൂട്ടീനിലും PM റൂട്ടീനിലും നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി എത്ര % വരെയുള്ള നിയാസിനമൈഡ് നമുക്ക് ഉപയോഗിക്കാം നോക്കാം. മാർക്കറ്റിൽ 5%, 10%, 15%, 20% നിയാസിനമൈഡൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ചാടിക്കയറി 10%ഓ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ പെർസെൻറ്റേജിലേക്ക് പോകരുത്. ഓൾവേസ് 5%ഓ അതിന് താഴെയുള്ളതോ ആയിട്ടുള്ള പെർസെൻറ്റേജ് മാത്രം ആദ്യമായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ സ്കിൻ അതുമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. ഹയർ പെർസെൻറ്റേജുള്ള നിയാസിനമൈഡ് സിറമൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എങ്കിലും നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് പറയുന്നത് 5% നിയാസിനമൈഡാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിന് ഭംഗിയായിട്ട് വർക്ക് ചെയ്യണമെന്നാണ്. അതായത് 5% നമ്മൾ ലോങ് റണ്ണിൽ ഒരു 1 ഇയറോ 2 ഇയറോ ഒക്കെ യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് ഒന്നും നല്ല കാര്യങ്ങളല്ലാതെ മോശമായിട്ടൊന്നും സംഭവിക്കില്ല. എന്നാൽ 10% പോലുള്ള ഹയർ പെർസെൻറ്റേജ് നമ്മളൊരു ലോങ് റണ്ണിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ കേടുവരുത്തും എന്നാണ് സ്കിൻ എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ടു ബി ഓൺ ദ സേഫർ സൈഡ് നമ്മൾ 5% അല്ലെങ്കിൽ അതിൽ താഴെയുള്ള നിയാസിനമൈഡ് സിറം അല്ലെങ്കിൽ ക്രീം വാങ്ങി യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഇനി നിയാസിനമൈഡ് നമുക്ക് ഏതൊക്കെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസുമായിട്ട് പെയർ ചെയ്ത് യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്യുമ്പോൾ ആഡഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സാലിസിലിക് ആസിഡ് അഥവാ BHA പ്ലസ് നിയാസിനമൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്നി ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു കോംബോയാണ്. അതുപോലെ തന്നെ നിയാസിനമൈഡ് പ്ലസ് അസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. നമ്മൾ റെറ്റിനോളിൻ്റെ ഒപ്പം നിയാസിനമൈഡും കൂടി യൂസ് ചെയ്യുവാണെങ്കിൽ അത് സെൽ ടേൺ ഓവർ ഒന്നും കൂടി കൂട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. സെൽ ടേൺ ഓവർ എന്ന് പറയുന്നത് നമ്മുടെ പഴയ കേടായിട്ടുള്ള സെൽസൊക്കെ മാറിയിട്ട് ന്യൂ ആൻഡ് ഫ്രഷ് സെൽ വരുന്നതിനെയാണ്. അപ്പോൾ അതിൻ്റെ ടേൺ ഓവർ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ഫാസ്റ്റായിട്ട് പുതിയ സെൽസ് വരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു കോംബോ ഹെൽപ്പ് ചെയ്യും. അടുത്ത കോംബോ എന്ന് പറയുന്നത് നിയാസിനമൈഡ് പ്ലസ് മാൻഡലിക് ആസിഡ് ആണ്. ഈ ഒരു കോംബോ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൻ്റെ റെഡ്നെസ് ഒക്കെ മാറ്റി സ്കിന്നൊന്നും പെട്ടെന്ന് തന്നെ കാമാവാനായിട്ടും സൂത്താവാനായിട്ടൊക്കെ ഈ ഒരു കോംബോ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് മറക്കാൻ പറ്റാത്തൊരു സാധനമാണ് SPF അഥവാ സൺസ്ക്രീൻ എന്നുള്ളത്. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്താലും എത്ര ക്വാളിറ്റിയുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടണമെന്നില്ല. സോ സൺസ്ക്രീൻ ആരും മറക്കണ്ട പകൽ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇറിറ്റേഷനൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. എന്തെങ്കിലും ഇറിറ്റേഷനോ റെഡ്നെസ്സോ ഒക്കെ തോന്നുവാണെങ്കിൽ അത് അപ്പം തന്നെ നിർത്തുക പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ കോമ്പോസിൻ്റെ കാര്യത്തിലും ഈ ഒരു പാച്ച് ടെസ്റ്റിംഗ് മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.